ലക്കീച്ചാ ഇങ്ങോട്ടൊക്കെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് കുടുംബശ്രീയിലുള്ള ജമീലയും ഖദീഷയും മറ്റേ നബീസയെല്ലാം എന്ത് പറയുന്നത്? പറ, അഭിപ്രായം പറ. നിങ്ങൾ യൂട്യൂബ് പറ. പിന്നെ ആളോ മേനു ഞാളെ അറിഞ്ഞില്ലേനു എന്നെല്ലാം പറഞ്ഞിക്കാരെങ്കിലും കീച്ച് നിങ്ങളെന്തെന്നാ അഭിപ്രായം പറ. എന്നിട്ടോ ഓട്ടുമല്ല ഊസുക്കാൻ്റെ ഭാര്യ ഇങ്ങനെയാ നിൽക്കണ്ടേ? എന്നിട്ട് എല്ലാവരോടും പറ. പിന്നെ വൈകുന്നേരം കടിയും ചായയെല്ലാം ആക്കിയിട്ട് സൽക്കരിക്കും എല്ലായിടത്തിലും വരാന്ന് അല്ലേ? എന്നാ വാ ചായ കുടിക്കാലാ. വാ, ഞങ്ങൾ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പം ഇവിടെ നല്ല ഉള്ളിവടയും കാടമുട്ടയും ചായയാണ് കേട്ടോ. ഫസ്റ്റ് നീ രണ്ടായിട്ട് മടക്കുക അല്ലേ? പകുതി. പിന്നെ അത് പുറത്തോട്ട് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ ഇങ്ങനെ വെക്കുക. ഈ തല ഇതിന്റെ ഇവിടേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമുക്ക് എന്തോരം കട്ടി വേണം അതിനനുസരിച്ച് ഇതാക്കാൻ മതി കേട്ടോ. അത്ര വീതി ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ്. എന്നിട്ട് ബേബിനെ ഇതും ഇതും കൂടി സാധാരണ നമുക്ക് കിട്ടില്ലേ അതുപോലെ കെട്ടിയാലും മതി. അപ്പൊ മൂത്രം വല്ലാണ്ടും അപ്പയൊക്കെ ഇട്ടാലും തന്നെ വല്ലാണ്ട് പുറത്തേക്ക് പോവില്ല. നനവ് ഇങ്ങനെ സാധാരണ നമ്മ തുണി വെറുതെ വെച്ച് കെട്ടുമ്പോൾ ഈർപ്പം താഴത്തേക്ക് വരില്ലോ. എന്തെന്ന് അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം കാണണ. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ഡൗട്ടിലായിരുന്നു ഇതെങ്ങനെയാണ് ഈ തുണി നമ്മൾ മടക്കുക എന്നുള്ളത് കേട്ടോ. കാരണം ഡയപ്പർ യൂസ് ചെയ്യുന്ന അധികം നല്ലതല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നല്ല വ്യക്തമായിട്ട് ഒരു കാണിച്ചു തന്നിട്ട് എല്ലാവരും കണ്ടുപഠിച്ചേട്ടാ. അങ്ങനെയാണ് കറക്റ്റ് അത് മടക്കുക. നമ്മൾ എങ്ങനെയോ വലിച്ച് കൂട്ടി മടക്കി വെച്ചിട്ട് കാര്യമില്ല, അതിൻ്റെതായ രീതിയിലായി ചെയ്യണം അല്ലേ? എല്ലാവരും പഠിച്ചില്ലേ? നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ വീഡിയോ എടുത്ത്. ഇപ്പം പുതുതായിട്ട് കുട്ടികൾ ജനിച്ച ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞാനങ്ങ് മടക്കി വെച്ചാൽ പോലെ ഇതിൽ കാണിക്കണം. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മറ്റു ചായ മടക്കിയിട്ട് ഇവരുടെ ട്രെയിനിങ് ആണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്നില്ല, ആരും ഷാളിട്ടിക്കില്ല, അതുകൊണ്ട് എടുക്കാൻ വഴിയില്ല. ഇതെല്ലാം കൂടി പൊറോട്ട വയ്ക്കുമ്പോൾ അങ്ങനെയല്ല, ഇതിങ്ങനൊന്നല്ല. വെറുതെ ചിരിപ്പിക്കല്ല നിങ്ങൾ. നല്ല കാര്യമായിട്ട് പഠിച്ചിട്ട് രണ്ടാള്. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. രണ്ടാള് കണക്കാ. കുഞ്ഞു വിചാരിക്കുന്നുണ്ട് ഇവലെന്തെന്നായി കളിക്കുന്നത് അല്ലേ വാവേ? അപ്പോൾ ഫ്രണ്ട്സ്, സക്കി ചാനോട് കുടുംബശ്രീയിൽ ആരോ എന്തോ പറഞ്ഞു ഇങ്ങനെ നാളെ വീഡിയോയിലെല്ലാം വന്നിട്ട് കളിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോയിൽ തീരെ വരുന്നില്ല. ശരിയായ ബിറ്റാ. ചിക്കി ചാ ഇവിടെ എത്തിയായിരുന്നു കേട്ടോ. ഉറക്കില്ല, കട്ടിൽ മാറിക്കിടന്നാൽ ഉറക്ക് വരില്ലല്ലോ. ഭയങ്കര സംഭവം. ഞാൻ പറഞ്ഞിട്ട് ഒരു മടക്ക് കട്ടിലിങ് എടുത്തു. അതാകുമ്പോൾ പിന്നെ പോകുന്നിടത്തെല്ലാം കട്ടിൽ കൊണ്ടുപോകാമല്ലോ. നിങ്ങൾക്ക് ആയിരിക്കും തോന്നുന്നുണ്ട് അങ്ങനെ സ്ഥലം മാറിക്കിടന്ന ഉറക്ക് വരാത്ത? കിജ ഇന്നും കൂടി അതിന് ചാൻസ് ഉള്ളൂ. മാണേ വന്നോളെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ചപ്പാത്തിയും നല്ല ഗ്രീൻ പീസ് കറിയും. മുഖം എടുക്കണ്ടെന്നാ സെക്കി ചാറെന്ന് ഞാനൊന്നും പറയല്ല. വായി തുറക്കല്ല. നിങ്ങൾ ചപ്പാത്തി ഒന്നും വായി ഇറക്കുവാ? ചപ്പാത്തി ഇറക്കുവേ? അത് ഇറക്കുവാ? ആരോ കാര്യമായിട്ട് എന്തോ പറഞ്ഞിക്കാ. എന്താ മക്കളെ സെക്കി ചെന്ന് വൈറലാകുന്ന പിടിക്കാത്ത ആരാ ഉള്ളത്? ഓട്ടുമല്ലേ വന്ന് കാണണമല്ലോ. കീച്ച് ആദ്യത്തെ വീഡിയോ നല്ല ഉഷാറിൽ നിൽക്കുന്നു. ഞാൻ ഇത് ഓഫാക്കി തരാം. ഇനിയും ബൈക്ക് വരുമല്ലോ മോനെന്ന് കീച്ചാ പറയുന്നത്. ഈ ബ്ലോഗർമാരെ കുടുംബക്കാരായ ഇങ്ങനെ ഉണ്ടോ മനുഷ്യൻ ഇടങ്ങാറെന്നായിരിക്കും എന്ന് വിചാരിച്ച് ആരും ഇങ്ങോട്ട് വരാണ്ട് നിൽക്കണ്ട കേട്ടോ. ഞാൻ ആരും അങ്ങനെ എടുത്ത് ഇടങ്ങാറാക്കുന്നില്ല. എന്നെ സെക്കീച്ച ഒരു നാട്ടിലൊരു പ്രമാണി ആയതുകൊണ്ടും നാട്ടിലറിയപ്പെടുന്നൊരു അല്ലേ? സെക്കീച്ച ശരിക്കും എന്തെല്ലാം വിശേഷങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ മറ്റേ കുടുംബശ്രീൻ്റെ ട്രിപ്പ് പോയതും അത് വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയാൻ വെച്ചിട്ട് പറയൂല? ഫ്രണ്ട്സ്, ഇന്ന് നല്ല നെയ്ച്ചോറും കറിയുമാണ് കേട്ടോ. ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. നല്ല ഇതാ ബത്തക്ക. ഇത് നമ്മൾ വശം ബത്തക്ക വാങ്ങിയതിന് അന്നേരം ഇവിടുന്ന് ഇന്ന് ബത്തക്കയാണ് കേട്ടോ കിട്ടിയത്. അല്ല പിന്നെ ഇവളിപ്പം വീഡിയോ എടുക്കുന്നതിന് ഷാളിടാണെങ്കിൽ വരും. എന്തെങ്കിൽ ഷാളിട്ടാലേ ചോറെങ്ങനുണ്ട്? അപ്പൊ സക്കീച്ച ഇന്ന് പോവാണ് കേട്ടോ.
2-3 ദിവസമായില്ലേ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ഇടാത്തല്ലേ. ഓരോ ദിവസവും ചെറിയ ചെറിയ കട്ടിങ് ചെയ്യുന്നു കേട്ടോ എടുക്കലുള്ളൂ. കാരണം എന്താണ് വീഡിയോ എടുക്കേണ്ടതെന്ന് തിരിയുന്നില്ല. പിന്നെ ഞാൻ രാത്രി ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ അധികം ദിവസം നിൽക്കൽ. അപ്പോൾ ഞാൻ പകൽ കിടന്നുറങ്ങും, എന്നിട്ടൊരു 1 മണിയൊക്കെ എണീക്കും, പിന്നെ ചോറ് കഴിച്ച് എന്തോ ഒരു മന്തിപ്പായിരിക്കും പകലുറങ്ങിയാൽ. അങ്ങനെയൊക്കെ കൊണ്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ സ്കിപ്പായത്. ഇന്ന് സക്കീച്ച പോവാണ്, പകരം വേറൊരാളാണ് കേട്ടോ വരുന്നത്. ഓക്കെ ആയിരിക്കോ ബാഗ് വെക്ക് വെച്ചേ തുറന്നിക്ക്. മെല്ലെ മെല്ലെ പറിച്ച് അതും കയറിപ്പോവും. സക്കീച്ചാൻ ഇങ്ങോട്ട് വരുമ്പോൾ കോഴിക്കോടൊക്കെ പോയിട്ട് കൂട്ടി വന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ ബസ് സ്റ്റോപ്പ് തട്ടുന്നാണല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട് എനിക്ക്. പക്ഷെ ഇവിടെ ഇപ്പോൾ പിന്നെ വരുന്ന പോലെ എത്തിയിക്കില്ല. ഓല് കോഴിക്കോട് നിന്ന് വിട്ടിട്ടേ ഉള്ളൂ. ഓല് ഒരു 2 മണിയൊക്കെ ആവും എത്താൻ. അതുകൊണ്ടിപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇറക്കുക, അല്ലാണ്ട് വരിയില്ല. അക്കീച്ച കാര്യം കഴിഞ്ഞ നേരം നൈസായിട്ട്. അപ്പോൾ അക്കീച്ച എന്താ പറയാനുള്ള? എന്തായാലും മാഷാ അല്ലാ. പിന്നെ എന്താ പറയുക, ഉമ്മയില്ല അങ്ങനെയല്ല, പിന്നെ ഉമ്മ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നതിനോ നോക്കുക. അതുപോലെ സക്കീച്ച 4-5 ദിവസം ഇവിടെ നിന്നിക്ക് ഇൻഷാ അല്ലാ. പിന്നെ ഇനി സക്കീച്ച പോവാണ്. ഓക്കെ ഇടക്കെല്ലാം പാട്ടാ, ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പോയി പുരയിലെത്തു. നേരം വീട്ടിലേക്കെല്ലാം വാ. ഓക്കെ എന്നാ പിന്നെ പോവല്ലേ. നാട്ടിലെത്തിയിട്ട് സക്കീച്ചാനോട് എൻ്റെ മോളെ ഇനി യൂട്യൂബ് കണ്ടിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റേ ജാനുവരുത്തിയോ മറ്റേ നബീസ് ചെയ്യും മറ്റേ ഇച്ചയെല്ലാം വരൂലേ. എനിക്ക് നല്ല 2 ഭർത്താനെല്ലാം പറയാറതിനാ. ഞാൻ ഇങ്ങനെ കളിച്ചെന്നല്ല ചോദിക്കും. അതുകൊണ്ട് മാണെങ്കിൽ എന്തേ പറഞ്ഞോ, എന്നെ പറയണ്ടാ. പണ്ട് എന്നെ കുറെ എടുത്ത് നടന്നതാണ് സക്കീച്ചേന് നമ്മള് ചെറുപ്പത്തിൽ ഒക്കെ നോക്കിയതെല്ലാം. ഉമ്മള്ളവരൊക്കെ സക്കീച്ചേനും വീട്ടിലധികം ഉണ്ടായാലൊക്കെ. അപ്പൊ സക്കീച്ചാന ബസ് കയറ്റി വിട്ടു കേട്ടോ. കോഴിക്കോടേക്കുള്ള ബസ്സാണ്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ആയിരിക്കും. അപ്പോൾ സക്കീച്ച ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 1 മണിയായി. 2 മണി 3 മണി 3:30 കോഴിക്കോടെത്തും. കോഴിക്കോട് നിന്ന് പേരാമ്പ്ര പോയിട്ട് പേരാമ്പ്ര അവരുടെ മോനും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവൻ്റെ ഒപ്പരം പോവാന്നൊക്കെയാണ് പറഞ്ഞേട്ടോ. വല്ലാത്ത കണ്ണട വെച്ചുകൊണ്ട് കണ്ണ് അറിഞ്ഞ ആരും കാണൂലല്ലോ അല്ലേ. അതുകൊണ്ട് സുഖമായിട്ട് പറയാം, ഉമ്മ ഇല്ലാത്ത ഒരു വിഷമം വല്ലാണ്ടുണ്ട്. കാരണം എനിക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ ഉമ്മേനും. ഉമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കുട്ടികളൊക്കെ. അപ്പോൾ എൻ്റെ മോനെ കൊഞ്ചിക്കാനും അതിനൊന്നും നിൽക്കാണ്ട് ഉമ്മ പോയി. ഉമ്മാൻ്റെ അനിയത്തി സക്കീച്ച. ആർക്ക് എന്തുണ്ടെങ്കിലും സക്കീച്ചയാണ് ആദ്യം ഓടിയെത്തുക. നമ്മളെ കുടുംബത്തിൽ ആർക്ക് ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിലും സക്കീച്ച വരും. യൂസുഫലിയ സക്കീച്ചേൻ്റെ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങളെ എൻ്റെ ഉപ്പ ഹോസ്പിറ്റലിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. യൂസുഫ വന്നിട്ട് മെഡിക്കൽ കോളേജിൽ അങ്ങ് നിൽക്കും. ഒരു ധൈര്യമാണ് യൂസുഫ വന്നാൽ. നമ്മളെ കുടുംബത്തിൽ മൊത്തം ഒരു ധൈര്യമാണ് ഇവരിട്ടോ. അത്രയും പറഞ്ഞാലൊന്നും ഇല്ല, ഓവറൊന്നും ആവൂല. കാരണം അത്രക്കും ഒരു ചെയ്തിക്ക്. യൂസ് വെളിയെല്ലാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഹോസ്പിറ്റലുണ്ട് ആടങ്ങ് നിൽക്കും. പണിയും മൂപ്പര് നമ്മളെ കുടുംബത്തിൽ എല്ലാവരും തന്നെ അന്നന്ന് പണിക്ക് പോയിട്ട് കഴിയുന്ന പോലെ തന്നെ വലിയ വയസ്സക്കാരൊന്നല്ല. ഇപ്പൊ യൂസ് വെളി ആയാലും ശരി പണി പോലും ഒഴിവാക്കിയിട്ട് നിൽക്കും. അങ്ങനത്തെ ഒരു മനസ്സുള്ളതാണ് യൂസ് വെളി ആയാലും സക്കീച്ച ആയാലും. അങ്ങനെ ആരെങ്കിലും ഇപ്പം വിളിച്ചാൽ യൂസ് വെളി ആവശ്യം ഉണ്ടായിട്ടുള്ള ഇനി വിളിച്ചാൽ ഇനി പോട് അങ്ങനെ പറയുന്ന ഒരാളാണ് യൂസ് വെളിയ. ഭയങ്കര ഒരു സപ്പോർട്ടുള്ള മാഷാ അല്ലാ. സക്കീച്ചാൻ്റെ ഭാഗ്യമാണ് കേട്ടോ യൂസുഫലിയാണ് കിട്ടിയത്. അതുപോലെ യൂസുഫലിയാൻ്റെ ഭാഗ്യമാണ് സക്കീച്ചാണ് കിട്ടിയത്. രണ്ടാളും അടിപൊളി കപ്പിൾസാണ്. എന്തായാലും സക്കീച്ച വന്ന് ഒരു 5 ദിവസം എൻ്റെ ഉമ്മാനെ പോലെ നിന്ന് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം പിന്നെ ഉമ്മ എന്തായാലും ഇല്ല, ഇവരൊക്കെ അല്ലല്ലേ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മളൊരു സ്വന്തം മക്കളെ പോലെയൊക്കെ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ഇൻഷാ അല്ലാ. എന്നാലും ഞാൻ പോട്ടെ, അധികം പറഞ്ഞ് ഇമോഷണൽ ആകുന്നില്ല. ഉമ്മ ഇല്ലാത്തവലിക്കേ ഉമ്മ ഇല്ലാത്ത വിഷമം അറിയുള്ളൂ കേട്ടോ. നിങ്ങളാരല്ല റജബ് 25 നോമ്പെടുത്ത് ഞാനെടുത്ത് കിട്ടാം. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയതാ. എല്ലാവരും ഇവിടുന്ന് കിട്ടുന്ന ചോറും അതൊക്കെ തിന്നാൽ പോരെ. ഇതെന്താ റമളാൻ മാസമായിട്ടാണ് മിന്നി ചോദിച്ചത്. പക്ഷേ നോമ്പ് എന്ന് പറയുമ്പോൾ ലേശം പൊരിയോ ലേശം ഫ്രൂട്ടും ഒന്നും ഇല്ലെങ്കിൽ എന്തോരം ഇതുപോലെയാണ്. എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടാ ഇതേപോലെ ഫ്രൂട്ടൊക്കെ വേണ്ടി പോലെ നോമ്പിന്? ഇപ്പം റമളാൻ മാസം ഒന്നുമില്ല, ഏത് നോമ്പെടുത്താലും ഫ്രൂട്ടും കുറച്ച് ജ്യൂസും കാര്യമെല്ലാം വേണം. അങ്ങനെ പഠിച്ചു പോയിട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ വാവേൻ്റെ നഖം വെട്ടാൻ വേണ്ടി ഒരു കിറ്റ് വാങ്ങിയതാണ് കേട്ടോ.
ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതിൽ. എന്തൊക്കെയാണ് ഉള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. കുഞ്ഞുങ്ങളെ ചെറിയ സാധനമാണെങ്കിലും ഭയങ്കര റേറ്റാട്ടോ എല്ലാ കടയിലും. എന്തായിരിക്കും അല്ലേ, നമ്മൾ എത്ര റേറ്റ് ആണെങ്കിലും വാങ്ങുമെന്നുള്ളതുകൊണ്ടാണ് ഓരെല്ലാവരും അങ്ങനെ റേറ്റ് പറയുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? R4 റാബിറ്റ്, ഒരു റാബിറ്റിൻ്റെ മോഡലൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ അകത്തുള്ള കിറ്റിലുള്ള സാധനങ്ങളാണ്. ചെറിയൊരു കത്രിക. ഈ കത്രിക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നഖം വെട്ടാൻ തന്നെ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുത്തൊക്കെയാണ് ഈ കത്രിക കൊണ്ട് തന്നെ പോകുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇതാ ഈ ഉരക്കുന്ന, അതായത് അതിലും ചെറുതാണെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ ഉരതിയാലും പോവും. പിന്നെ അടുത്തതായിട്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരു പറഞ്ഞ മൂക്കിലും ചെവിയിലൊക്കെ ഇത് കിട്ടുന്നില്ലല്ലോ. ഇതെന്നാന്ന് പറഞ്ഞാൽ മൂക്കിലും ചെവിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാണ് സാധനമാണ് നമ്മളെ ശരിക്കുള്ള നെയിൽ കട്ടർ. ഇതാണ് നെയിൽ കട്ടർ, കുഞ്ഞുങ്ങളുടെ നെയിൽ കട്ടർ കേട്ടോ. ഇങ്ങനെ ചെറിയ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. നല്ല പേടിയുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ നഖം വെട്ടി കൊടുക്കുക. പക്ഷേ രക്ഷയില്ല, നല്ലോണം നഖന്ന് കണ്ടിക്കുക. അപ്പോൾ മുഖത്ത് ഇങ്ങനെ ഇതാക്കിയിട്ട് പ്രശ്നമാണ്. മുഖത്തെല്ലാം ഓരോ വാണ്ട് പോലെ ആയിപ്പോവില്ലേ. അപ്പം നഖം നൈസിൽ വെട്ടി കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താ? നഖം വെട്ടുന്നതിന് എന്തെങ്കിലും ശാസ്ത്രീയമായ രീതികളുണ്ടോ? എൻ്റെ അഭിപ്രായം ഉണ്ടോ പറയണേ നിങ്ങൾ. അപ്പോൾ സക്കീച്ച പോയതിന് പകരം ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് മിന്നുവിൻ്റെ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളാണ്. ഓക്കെ, അവൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞിൻ്റെ നഖം വെട്ടാൻ പോവുകയാണ്. നഖം വെട്ടുന്ന വീഡിയോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. നഖം വെട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കേട്ടോ. നല്ലൊരു ടെൻഷനുണ്ട്, കാരണം കുഞ്ഞി കൈയല്ലേ, അപ്പം നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് ചെയ്യണമല്ലോ. അതിൻ്റെ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട് കേട്ടോ. എന്തായാലും ചെയ്യാണ്ട് വയ്യില്ല, കാരണം അവനിങ്ങനെ മുഖത്തിങ്ങനെ ആക്കും. അപ്പോൾ നല്ല നഖം ഉണ്ടാകുമ്പോൾ അത് കൊണ്ടാൽ ഭയങ്കര വിഷയമല്ലേ. അതുകൊണ്ട് ആവട്ടെ, ഏറ്റവും കൂടുതൽ നിങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവുക അതല്ലേ, കുഞ്ഞിൻ്റെ നഖം എങ്ങനെ വെട്ടും എന്നുള്ള ആലോചിച്ചിട്ട് അല്ലേ. കമൻറ്റ് ചെയ്യണേ, നിങ്ങളെങ്ങനെയാണ് നഖം വെട്ടി, അതിനെന്തെങ്കിലും ട്രിക്കുകളുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, നമുക്കിന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പേരെന്നാ വരുന്ന. അടുത്ത നെയിം റിവീൽ വീഡിയോ ആണ്, മറക്കാണ്ട് കാണാം. ഓക്കെ.